നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. CPM-ന്റെ പല കോട്ടകളിലും ഇളക്കം തട്ടിയപ്പോഴും ഒരു പോറൽ പോലും ഏൽക്കാത്ത കോട്ടയായിരുന്നു പയ്യന്നൂർ കോട്ട. ചെങ്കോട്ടയിൽ ആദ്യമായൊരു വെള്ളടി വെട്ടിയിരിക്കുന്നു. അതും വെറും വെള്ളടിയല്ല, ഒന്നൊന്നര വെള്ളടിയാണ്. ആദർശ പരിപ്രേക്ഷ്യമുള്ള 50 വർഷത്തെ ജീവിതത്തിന്റെ രൂപത്തിലാണ് ആ വെള്ളടി എത്തിയത്. ജില്ലാ നേതാവായിരുന്നെങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യനായ വി കുഞ്ഞികൃഷ്ണന്റെ രൂപത്തിലായിരുന്നു വെള്ളടി എത്തിയത്. തന്റെയും കൂടി നേതാവും MLA-യുമായ TI മധുസൂദനനെതിരെ 1 കോടിയോളം രൂപയുടെ ആരോപണമുയർത്തിയാണ് കുഞ്ഞികൃഷ്ണൻ ആയുധം വീശിയത്. കുഞ്ഞികൃഷ്ണൻ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കൈയായി മാറിയെന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തിട്ടൂരങ്ങളെ വെട്ടിമാറ്റിയാണ് അയാൾ പാർട്ടിക്ക് പുറത്തേക്ക് നടന്നത്. കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ വെറും കടലാസ് പുലിയായിരുന്നില്ല. തെളിവുകളും കണക്കുകളും പൊതുജനത്തെ ബോധ്യപ്പെടുത്തിയാണ് കുഞ്ഞികൃഷ്ണൻ തൻ്റെ ശരികളിൽ ഉറച്ചു നിന്നത്. ഇത് പാർട്ടി അണികളിൽ അനുഭാവികളിൽ വലിയൊരു ഭീഷണ ചാഞ്ചല്യം ഉണ്ടാക്കിയെന്ന് CPM തിരിച്ചറിയുന്നു. പലരും പാർട്ടി വിധേയത്വത്തിൻ്റെ പേരിലും ഭയത്തിൻ്റെ പേരിലുമാണ് ഒന്നും പുറത്തു കാണിക്കാതിരിക്കുന്നതെന്ന് CPM കരുതുന്നു. ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിൽ ബാധിക്കുമെന്നാണ് CPM ഭയക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കെതിരെ മത്സരിച്ചാലും ഇല്ലെങ്കിലും അയാൾ ഉയർത്തിവിട്ട ചോദ്യങ്ങൾ കോട്ടയിൽ വിള്ളൽ വീഴ്ത്തുമെന്ന് CPM-ന് അറിയാം. അതിന് തടയിടാനാണ് നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി TI മധുസൂദനെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ ഇടയുണ്ട്. പകരം ആര്? അവിടെയാണ് P ജയരാജന്റെ പ്രസക്തി തെളിയുന്നത്. ജനകീയതയിൽ നേതൃത്വത്തിൽപ്പെട്ട ചിലരെ P ജയരാജൻ കടത്തിവെട്ടുന്നെന്ന തോന്നലിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ MLA സ്ഥാനത്ത് നിന്നും മന്ത്രിസ്ഥാനത്ത് നിന്നും അകറ്റി നിർത്തപ്പെട്ടിരുന്ന P ജയരാജനെ രംഗത്തിറക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദത്തെ തുടർന്ന് പാർട്ടി പ്രാദേശിക ഘടകങ്ങളിൽ ഉടലെടുത്ത കടുത്ത ഭിന്നത പരിഹരിക്കാൻ ജയരാജന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്നാണ് പാർട്ടി കരുതുന്നത്. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ് കൈക്കൊള്ളും. VIP മണ്ഡലമെന്ന ഖാദിയുള്ള പയ്യന്നൂരിൽ പ്രദേശവാസികൾ അല്ലാത്തവർ മത്സരിക്കുന്നത് പുതുമയല്ല. MV രാഘവനും പിണറായി വിജയനും ഇവിടെ നിന്ന് സഭയിലെത്തിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ പയ്യന്നൂർ മേഖലയിൽ ജയരാജനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകരുണ്ട്. വ്യക്തിപൂജാ വിവാദങ്ങൾക്കിടയിലും ജയരാജനോടുള്ള ഈ ആഭിമുഖ്യം ഇപ്പോഴും സജീവമാണ്. നിലവിൽ മധുസൂദനെ എതിർക്കുന്ന വിഭാഗമാണ് ജയരാജന്റെ പേര് സജീവമായി ഉയർത്തുന്നത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ മണ്ഡലത്തിലെ ബ്രാഞ്ച് തലങ്ങളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയിരുന്നു. കുടുംബയോഗങ്ങൾ നടത്തി സ്ഥിതി വിശദീകരിക്കുമെന്ന് പാർട്ടി പ്രഖ്യാപിച്ചെങ്കിലും ഇത് പ്രായോഗികമായില്ല. വിഭാഗീയത വളർന്ന സാഹചര്യത്തിലാണ് PJ കാർഡ് ഇറക്കി മണ്ഡലം നിലനിർത്താൻ നീക്കം നടക്കുന്നത്. 2021 49,780 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് മധുസൂദൻ ജയിച്ചത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു വെറും 13,257 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് 34,807 വർദ്ധിച്ചെങ്കിലും വിഭാഗീയത വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകുമെന്ന ഭയം നേതൃത്വത്തിനുണ്ട്. കടുത്ത പോരാട്ടം നടത്താൻ ചിലപ്പോൾ മണ്ഡലം തന്നെ കൈവിട്ടു പോയേക്കാമെന്ന് പാർട്ടി കരുതുന്നു. ഇത് ഒഴിവാക്കാൻ ജയരാജനെ പോലൊരു കരുത്തൻ അനിവാര്യമാണെന്ന ചിന്തയാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ പാർട്ടി നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.